ഡയഗ്രാം ഓഫ് കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്ന അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അതായത് അരിത്തമെറ്റിക് ഓപ്പറേഷൻ എഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷനൊക്കെ എത്രയും പെട്ടെന്ന് ഫാസ്റ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാൽക്കുലേറ്റിംഗ് ഡിവൈസാണ് കമ്പ്യൂട്ടർ. നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് ഡാറ്റാസും നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് അത് വർക്കിംഗ് ചെയ്യും. നമുക്കറിയാം, ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ടാണ് കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഓരോ ഫങ്ഷണൽ യൂണിറ്റും ഓരോ ടാസ്ക്, ഓരോ സ്പെസിഫൈഡ് ആയിട്ട് അതിനനുസരിച്ചിട്ട് ഓരോ ടാസ്ക് ചെയ്യാനായിട്ട് ഓരോ ഫങ്ഷണൽ യൂണിറ്റ് തന്നെ കമ്പ്യൂട്ടറിനകത്ത് സ്ഥിതി ചെയ്തിരിക്കുന്നുണ്ട്. അത് മെയിൻലി 3 ടൈപ്പ് യൂണിറ്റ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കാം, ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കമ്പ്യൂട്ടർ. അതിൽ 3 യൂണിറ്റ്, ഒന്ന് ഇൻപുട്ട് യൂണിറ്റ്, ഒന്ന് സ്റ്റോറേജ് യൂണിറ്റ്, ഒന്ന് ഔട്ട്പുട്ട് യൂണിറ്റ്. ഇനി അടുത്ത് വാട്ട് ഈസ് ഇൻപുട്ട് യൂണിറ്റ്? ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് കമ്പ്യൂട്ടർ റിസീവ് ചെയ്യുന്ന, അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടർ, നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ആയാലും ഇൻസ്ട്രക്ഷൻ ആയാലും കമ്പ്യൂട്ടർ അത് റിസീവ് ചെയ്യും, സ്വീകരിച്ച് അതിനനുസരിച്ചുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്ത് തരും. അതാണ് ഇൻപുട്ട് യൂണിറ്റ് ചെയ്യുന്ന ടാസ്ക് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഡാറ്റാസ് കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിന് ഓരോ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട്, കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഓരോ ഇൻസ്ട്രക്ഷൻസേക്ക് നമ്മൾ കൊടുക്കുന്ന ഓരോ ഡാറ്റയും, ഇൻപുട്ട് ചെയ്യുന്ന ഓരോ ഡാറ്റയും, ഓരോ ഇൻപുട്ട് യൂണിറ്റ് എന്ന് വെച്ചാൽ അത് ഒന്നോ അതിൽ കൂടുതലോ ഉള്ള ഒരു ഇൻപുട്ട് ഡിവൈസസിനെയാണ് ഇൻപുട്ട് യൂണിറ്റ് ആയിട്ട് കരുതപ്പെടുന്നത്. മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് കീബോർഡാണ്. എല്ലാവരും ഓൾമോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് ഡിവൈസ്. മറ്റ് ഇൻപുട്ട് ഡിവൈസസ് ആണ് മൗസ്, സ്കാനർ, മൈക്രോഫോണൊക്കെ. താഴെ പറയുന്ന ഓരോ കാര്യങ്ങളാണ് ഇൻപുട്ട് ഡിവൈസസ് പെർഫോം ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ആക്സെപ്റ്റ് ദ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ്. അത് പുറത്തുള്ള ലോകത്ത് നിന്ന്, അതായത് പുറത്ത് നിന്ന് നമുക്ക് വേണ്ടിയ ഡാറ്റാസും ഇൻസ്ട്രക്ഷൻസൊക്കെ അതെന്താക്കും, സ്വീകരിക്കും. രണ്ടാമത്തെ പറഞ്ഞ പോയിന്റ്, കൺവേർട്ട് ഇൻ ടു എ ഫോം ദാറ്റ് ദ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിൽ അത് കൺവേർട്ട് ചെയ്യും. മൂന്നാമത് വരുന്ന, സപ്ലൈ the converted data to the computer system for the further process. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അത് കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന പ്രോസസ്സിങ്ങിന് രീതിയിൽ ഇൻപുട്ട് ഡാറ്റാസ് അങ്ങോട്ട് കൊടുക്കും. നെക്സ്റ്റ് ആണ് സ്റ്റോറേജ് യൂണിറ്റ്. സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന, അതായത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന എല്ലാ ഡാറ്റാസും ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യുന്നതും സ്റ്റോറേജ് ചെയ്യുന്നതും അതുമായി തന്നെ ഔട്ട്പുട്ടിലേക്ക്, അതായത് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് സെൻഡ് ചെയ്യുന്നതുമൊക്കെ സ്റ്റോറേജ് യൂണിറ്റിൽ നിന്നാണ് ചെയ്യുന്നത്. സ്റ്റോറേജ് യൂണിറ്റ് 2 കാറ്റഗറിയാണുള്ളത്. ഒന്ന് പ്രൈമറി സ്റ്റോറേജും ഒന്ന് സെക്കൻഡറി സ്റ്റോറേജും. പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി ആയിട്ട്, അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ ടെമ്പററി ആയിട്ട് മാത്രം സ്റ്റോറേജ് ചെയ്യുന്നതാണ് പ്രൈമറി സ്റ്റോറേജിൽ പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന, അതായത് നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുന്ന സമയത്ത് ആ ഡാറ്റ അവിടെ ഉണ്ടാകും. പക്ഷെ അത് മെയിനായത് പവർ ഓഫ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എന്താകും, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള സ്റ്റോറേജ് ഡിലീറ്റ് ആയിപ്പോവും. ടെമ്പററി സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ആക്സസ് ചെയ്യാനൊക്കെ കഴിയുന്നത് പ്രൈമറി സ്റ്റോറേജാണ്. പക്ഷെ ഒരിക്കലും നമുക്ക് അത് പ്രൈമറി സ്റ്റോറേജ് ആവശ്യമാണെങ്കിൽ നമ്മൾ എന്താക്കും, ആ പ്രൈമറി സ്റ്റോറേജിൻ്റെ ഡേറ്റ സെക്കൻഡറി സ്റ്റോറേജ്, അത് രണ്ടാമത്തെ സ്റ്റോറേജായ സെക്കൻഡറി സ്റ്റോറേജിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കും. നെക്സ്റ്റ് ആണ് സെക്കൻഡറി സ്റ്റോറേജ്. സെക്കൻഡറി സ്റ്റോറേജ് എന്താ വെച്ചാൽ, അതായത് അത് ഡാറ്റ സ്റ്റോർ ചെയ്താൽ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്തെടുക്കാം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് സ്റ്റോറേജിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. മെയിൻലി നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് സെക്കൻഡറി സ്റ്റോറേജ് സ്റ്റോർ ചെയ്യുന്നത് പ്രോഗ്രാംസ്, ഡോക്യുമെൻറ്റ്സ്, ഡാറ്റാബേസ് കാര്യങ്ങളൊക്കെ മെയിൻലി നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് ചെയ്യുന്ന കാര്യങ്ങൾ. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന സെക്കൻഡറി ഡിവൈസസ് ആണ്. ഒന്ന് ഹാർഡ് ഡിസ്ക്, CD, DVD ഒക്കെ കാര്യങ്ങൾ, പെൻ ഡ്രൈവ്സ് ഒക്കെ. നെക്സ്റ്റ് വൺ, ഔട്ട്പുട്ട് യൂണിറ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് നമുക്ക് ഔട്ട്പുട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് അതിനനുസരിച്ച് ഇൻഫോർമേഷൻസ് കാണിക്കുന്നത് ഇൻപുട്ട് യൂണിറ്റാണ് കാണിക്കുന്നത്. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇൻഫോർമേഷൻ റിസൾട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഔട്ട്സൈഡ്, പുറത്തുള്ള ലോകത്തേക്ക്, അത് ഔട്ട്സൈഡ് വേൾഡിൽ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തരും. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ നമുക്ക് എന്താക്കും, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു പ്രിൻറ്റിങ് കൊടുക്കാൻ നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റേഷൻ നമുക്ക് ഒരു സോഫ്റ്റ് കോപ്പി നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. അതിന് പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്ന ആണ് ഒന്ന് പറയുന്നത് ഔട്ട്പുട്ട് യൂണിറ്റ്. അതായത് നമുക്ക് വിഷ്വലി എഫക്റ്റായി, പിന്നെ നമുക്ക് മോണിറ്ററിൽ കാണുന്ന കാര്യങ്ങൾ, മോണിറ്റർ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കീബോർഡ് വഴി ടൈപ്പ് ചെയ്യുന്ന
വേർഡ്സ്, കാര്യങ്ങൾ, സെൻറ്റൻസ് ഒക്കെ നമുക്ക് എന്തൊക്കെ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ആ മോണിറ്റർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ് കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് യൂണിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് സ്പീക്കർ, ഹെഡ്ഫോണ്, പ്രൊജക്ടർ, മോണിറ്റർ, പിന്നെ പ്രിൻ്ററൊക്കെ. നമുക്ക് വിഷ്വലൈസ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്ന, നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഔട്ട്പുട്ട് യൂണിറ്റിൽ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വണ്ണാണ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. അത് സ്റ്റോറേജ് ഡിവൈസിൻ്റെ അകത്ത് ഉള്ളൊരു യൂണിറ്റാണ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന അരിത്തമാറ്റിക്, അതായത് എഡീഷൻ, സബ്സ്ട്രാക്ഷൻ പോലുള്ള കാൽക്കുലേഷൻസ്, പിന്നെ അതേമാതിരി ലോജിക്കൽ ആൻഡ് ഓർ നോട്ട് പോലുള്ള ലോജിക്കൽ ഓപ്പറേഷൻസ്, നമ്മൾ കമ്പാരിസൺ ഒക്കെ ചെയ്യില്ല, അതൊക്കെ ചെയ്യുന്നതൊക്കെ ഈ അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റാണ് അത് പെർഫോം ചെയ്യുക. നെക്സ്റ്റ് ആണ് കൺട്രോൾ യൂണിറ്റ്. അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് ബ്ലോക്ക് ഡയഗ്രത്തിൽ ഡിസ്കസ് ചെയ്ത അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്, അതേമാതിരി തന്നെ ഓരോ യൂണിറ്റ് ഇൻപുട്ട് യൂണിറ്റും, അത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ്, ഇൻപുട്ട് വഴി കൊടുക്കുന്ന ഡാറ്റാസ്, അതുമാതിരി നമുക്ക് റിസീവ് ചെയ്ത് തരുന്ന ഔട്ട്പുട്ട് ഡാറ്റ, കാര്യങ്ങളൊക്കെ ഓൾ ഓവർ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റാണ്. ഈ കൺട്രോൾ യൂണിറ്റാണ് എവിടെ നിന്ന് സ്വീകരിക്കണം, എവിടെയൊക്കെ കൊടുക്കണം, ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് സമയത്തിന് പെർഫോം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റാണ്. അവസാനമായിട്ടുള്ളതാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, ഇതെല്ലാം അടങ്ങിയിട്ടുള്ളത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് CPU എന്നൊരു യൂണിറ്റിൻ്റെ അകത്താണ് ഈ എല്ലാ, അതായത് അരിത്തമാറ്റിക്കും കൺട്രോൾ യൂണിറ്റ് കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം CPU എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട് ഒരു ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ, അതായത് കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് CPU ആണ്. CPU ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഒരിക്കലും വർക്ക് ചെയ്യില്ല. അതായത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളത്, സ്റ്റോറേജ് യൂണിറ്റിൻ്റെ അടങ്ങിയിട്ടുള്ളത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. സ്റ്റോറേജ് യൂണിറ്റിൻ്റെ മറ്റൊരു പേരാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇത് ഒന്നായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ കൊടുക്കുന്ന കാൽക്കുലേഷൻസ്, അത് മെയിനായിട്ടുള്ള 3 ഫങ്ഷൻസ്. ഒന്ന്, നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷൻസ് അത് പെർഫോം ചെയ്യും. നമുക്ക് അനുസരിച്ച് ഏതൊക്കെ കാര്യങ്ങൾ, അതായത് ഇൻപുട്ടാണ് കൊടുത്തത്, അത് ഔട്ട്പുട്ടായിട്ട് കാണിക്കണം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഡിസിഷൻ ചെയ്യുന്നതൊക്കെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. മൂന്നാമത്തെ തന്നെ ഓരോ കൺട്രോൾസ്, അതായത് ഓരോ യൂണിറ്റുകളും കമ്പ്യൂട്ടറിനകത്തുള്ള ഓരോ യൂണിറ്റ്, അത് ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ് ഒക്കെ കൺട്രോൾ ചെയ്തിരിക്കുന്നത് ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റാണ് കൺട്രോൾ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജ്. നമുക്കറിയാം 3 ടൈപ്പ് ലാംഗ്വേജസ് ആണുള്ളത്. ഒന്ന് ലോ ലെവൽ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, പിന്നെ ഒന്ന് ഹൈ ലെവൽ ലാംഗ്വേജ്. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്കറിയാം പണ്ട് കാലങ്ങൾ, അതായത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന, പണ്ട് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിരിക്കുന്നത് ലോ ലെവൽ ലാംഗ്വേജ്. മെയിൻലി ലോ ലെവൽ ലാംഗ്വേജ് പറയുന്ന മറ്റൊരു പേരാണ് മെഷീൻ ലാംഗ്വേജ്. ഈ മെഷീൻ ലാംഗ്വേജ്, അതായത് ലോ ലെവൽ ലാംഗ്വേജിൽ ബൈനറീസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വീകരിക്കാം. 0ഉം 1ഉം ആണ് ബൈനറിയിൽ പെടുന്ന 2 ഡിജിറ്റ്സ്. ഈ 0ഉം 1ഉം വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻസ് ആണ് ലോ ലെവൽ ലാംഗ്വേജിൽ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ആണ് കമ്പ്യൂട്ടറിന് ലോ ലെവൽ ലാംഗ്വേജ് മാത്രമേ മനസ്സിലാവുള്ളൂ. പിന്നീടുള്ള ജനറേഷനിൽ വന്ന ലാംഗ്വേജാണ് അസംബ്ലി ലാംഗ്വേജ്. ആ ലാംഗ്വേജ് നമ്മൾ ന്യൂമോണിക്സ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ന്യൂമോണിക്സ് ആണ് നമ്മൾ എഡിഷൻ ചെയ്യാൻ വേണ്ടി ആഡ് എന്ന് പറയും, സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ സബ്, അതായത് ഇതൊന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ പ്രോഗ്രാമിന് വേർഡ് മൂവ് ചെയ്യണമെങ്കിൽ മൂവ് എന്നൊക്കെ പറയുന്ന ന്യൂമോണിക്സ് ആണ് നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ മോർ ഓവർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ അസംബ്ലി ലാംഗ്വേജിൽ നിന്ന് അത് സെക്കൻഡ് ജനറേഷനാണ് അസംബ്ലി ലാംഗ്വേജ്. പിന്നെ അവസാന ജനറേഷനിൽ പിന്നെ വന്നതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സി പ്രോഗ്രാം, ജാവ, പൈത്തൺ പ്രോഗ്രാം പോലുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതായത് നമുക്ക് യൂസേഴ്സിന് മനസ്സിലാവുന്ന ലാംഗ്വേജസിൽ ഉണ്ടാവുന്ന ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. പിന്നെ ഇത് കുറച്ച് മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് അസംബ്ലി ലാംഗ്വേജ് എന്നാണ് പിന്നീട് യൂസ് ചെയ്യുന്നത്. ഇതെന്താ നമ്മൾ കൊടുക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ആയാലും എന്താ നമ്മൾ കൊടുക്കുന്ന അതായത് യൂസറിന് മനസ്സിലാവുന്ന 2 ലാംഗ്വേജ് അല്ല. പക്ഷേ കമ്പ്യൂട്ടറിന് മനസ്സിലാവും ഓൺലി ലോ ലെവൽ ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ് മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. ഇത് നമ്മൾ ഓരോന്നും കൺവേർട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ലോ ലെവൽ ലാംഗ്വേജിലേക്കും അസംബ്ലി ലാംഗ്വേജിലേക്കും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 2 കൺവേർട്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഒന്നാണ് ഇൻട്രപ്റ്റർ, മറ്റൊന്നാണ് കമ്പൈലർ. ഇൻട്രപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന മെഷീൻ ലാംഗ്വേജസ് എന്താകും നമുക്ക് വേണ്ട, അതായത് കമ്പൈലർ, ഇൻട്രപ്റ്റർ പറഞ്ഞ 2 സോഫ്റ്റ്വെയർസ് ആണ്, 2 കാര്യങ്ങളാണ് നമുക്ക് കൊടുക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജസൊക്കെ കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത്. കമ്പൈലറായി ആണ് കമ്പ്യൂട്ടർ ഇൻട്രപ്റ്ററാണ് കൊടുക്കുന്നത്.
അതായത് ഹൈ ലെവൽ ലാംഗ്വേജ് ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് അതിൻ്റെ കമ്പൈലറിൻ്റെയും ഇൻ്റർപ്രറ്റിൻ്റെ ഫങ്ഷൻസ്. നമ്മൾ കൊടുക്കും സോഴ്സ് കോഡ്. നമ്മളൊരു പ്രോഗ്രാം കൊടുക്കുകയാണെങ്കിൽ, നമ്മളൊരു ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം കൊടുക്കുകയാണെങ്കിൽ അതെന്താക്കും, ഒബ്ജക്റ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ ഒബ്ജക്റ്റ് കോഡിന് എന്താക്കും, പിന്നെ പ്രോസസ്സിംഗ് നടത്തിയിട്ട് പിന്നെ അത് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ പോലെ തന്നെ ചെയ്യുന്നതാണ്. കമ്പ്യൂട്ടറും ഇൻ്റർപ്രറ്റും തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ, നമുക്ക് വേണ്ടി കമ്പൈലർ എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാം ഒന്നായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്, ഒരു 10 ലൈനുള്ളൊരു പ്രോഗ്രാം ആണെങ്കിൽ ആ ലൈൻ 1 by 1 ആയിട്ട് ഒന്നായിട്ട് കമ്പൈൽ ചെയ്യുന്നത് റൺ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത്, അതായത് നമ്മൾ കൊടുക്കുന്ന ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. 1 by 1 ലൈനായിട്ട് എല്ലാ പ്രോഗ്രാം ഒന്നിച്ച് കൺവേർട്ട് ചെയ്യുന്നു, ലൈൻ ബൈ ലൈൻ കൺവേർട്ട് ചെയ്യുന്നതാണ് കമ്പൈലർ ചെയ്യുന്ന പ്രോസസ്സ്. നേരെ മറിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന പ്രോസസ്സാണെങ്കിൽ നമുക്ക് വേണ്ടി, അതായത് ആ 10 ലൈനിലുള്ളൊരു പ്രോഗ്രാമിൽ ഒരു ലൈൻ മാത്രം നമുക്ക് റൺ ചെയ്ത് കാണിക്കണം, എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻ്റർപ്റ്റർ എന്ന് പറയും. ഇൻ്റർപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശല്യപ്പെടുത്തുക, അതായത് നമുക്ക് വേണ്ടി മാത്രം എടുത്ത് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കുക, അതായത് കമ്പൈൽ ചെയ്ത്, അതായത് നമുക്കത് റൺ ചെയ്ത് കാണിക്കുക. അതിനെയാണ് ഇൻ്റർപ്റ്റർ എന്ന് പറയുന്നത്. ഇനി കമ്പൈലറും ഇൻ്റർപ്രറ്റും തമ്മിൽ ഡിഫറൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ്റർപ്രറ്റ് എന്ന് പറയുന്നത് ഇൻ്റർപ്രറ്റ് ട്രാൻസ്ലേറ്റ് ജസ്റ്റ് വൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോഗ്രാം അറ്റ് എ ടൈം ഇൻ ടു മെഷീൻ കോഡ്. അതായത് ഒരു സമയം, അതായത് നമ്മൾ ചെയ്യുന്ന വലിയൊരു പ്രോഗ്രാം ആണെങ്കിൽ ആ പ്രോഗ്രാമിൽ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഒറ്റ സമയം കൊണ്ട് മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. നേരെ മറിച്ച് കമ്പൈലർ ആണ് എൻ്റയർ പ്രോഗ്രാം, അതായത് എല്ലാ പ്രോഗ്രാമും എന്താക്കും മെഷീൻ കോഡിലേക്ക് ഒറ്റയടിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. Second point, an interpreter takes very less time to analyze the source code. However, over time execute the process is much slower. അതായത് ഇൻ്റർപ്രറ്റ് നമുക്ക് ഒരൊറ്റ ലൈൻ മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്നതായതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ സോഴ്സ് കോഡിന് നമുക്ക് മറ്റു കോഡിലേക്ക് മാറ്റാൻ കഴിയും, അനലൈസ് ചെയ്ത് മാറ്റാൻ കഴിയും. പക്ഷേ നേരെ മറിച്ച് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സ് ഭയങ്കര സ്ലോ ആയി. കാരണം എന്താ വെച്ചാൽ നമുക്ക് വേണ്ടത്, ഇപ്പോൾ നമ്മൾ 10 ലൈനിലൊരു പ്രോഗ്രാം ആണെങ്കിൽ അതിൽ നമുക്ക് 9ാമത്തെ പ്രോഗ്രാം ആണെന്ന് സെർച്ച് ചെയ്തിട്ട് വേണം എന്താക്കുക, അത് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണം. അപ്പോൾ എന്താക്കും, അത് പ്രോസസ്സ് ചെയ്യുന്ന സമയം ഭയങ്കര സ്ലോ ആയിരിക്കും. നേരെ മറിച്ച് കമ്പൈലറാണ് നമുക്കറിയാം ഒന്നായിട്ട് മെഷീൻ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട് എന്താക്കുക, ഒന്നായിട്ട് കമ്പൈൽ ചെയ്യുന്നത്, അത് സോഴ്സ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കുറേ സമയം വേണ്ടി വരും. അതായത് 10 ലൈനിൽ വർക്ക് ചെയ്യുന്ന സമയം കൂടുതലായിരിക്കും. ഒരു ലൈൻ വെച്ചാൽ 10 ലൈനിലേക്ക് ഏറ്റവും കൂടുതൽ സമയം വരെ കമ്പൈൽ ചെയ്യാൻ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. പക്ഷേ ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈം എന്ന് വെച്ചാൽ, അതായത് പ്രോസസ്സിംഗ് ടൈം വെച്ചാൽ വെരി ഫാസ്റ്റാണ്. എന്ന് വെച്ചാൽ കമ്പൈലറിന് അതായത് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, 1 by 1 ലൈനായിട്ട് പെട്ടെന്ന് തന്നെ കമ്പൈൽ ചെയ്ത്, അതായത് മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകും. ഇതാണ് സെക്കൻഡ് പോയിന്റ് വരുന്നത്. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞാൽ ഈ ഇൻ്റർപ്രറ്റ് ഡസ് നോട്ട് ജനറേറ്റ് ഇൻ്റർമീഡിയറ്റ് കോഡ്. ഒരിക്കലും ഇൻ്റർമീഡിയറ്റ് കോഡായിട്ട് ഇൻ്റർപ്രറ്റ് ഒരിക്കലും ജനറേറ്റ് ചെയ്യില്ല. അതായത് ഇൻ്റർപ്രറ്റിന് ഏറ്റവും ഹൈ എഫിഷ്യൻറ്റ് ടേംസ് മെമ്മറി കാര്യങ്ങളൊക്കെ വേണം. നേരെ കമ്പൈലറിലാണെങ്കിൽ കമ്പൈലർ ഓൾവേസ് ജനറേറ്റ് ചെയ്യുക ഒരു ഒബ്ജക്റ്റ് കോഡായിട്ടായിരിക്കും കമ്പൈലറിൽ ജനറേറ്റ് ചെയ്യുക. അത് നമുക്ക് വേണമെങ്കിൽ ഫർദർ യൂസേജ് വേറെ പ്രോഗ്രാം വേണമെങ്കിൽ നമുക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഒരു പ്രോഗ്രാം മറ്റൊരു പ്രോഗ്രാമിന് ആവശ്യമെടുക്കുന്ന നമുക്ക് ആ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അത് ലിങ്ക്, അതായത് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും കമ്പൈലർ. നേരെ പക്ഷേ ഇൻ്റർപ്രറ്റിൽ അതൊരിക്കലും കഴിയും. ഇൻ്റർപ്രറ്റ് ഒരു ലൈൻ മാത്രം, ആ ലൈന് ആ പ്രോഗ്രാം മാത്രം യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ കമ്പൈലർ ഒരു പ്രോഗ്രാം ഒന്നായിട്ടാണ് അത് കമ്പൈൽ ചെയ്യുന്നത്. അപ്പോൾ എന്താക്കുക, ആ പ്രോഗ്രാം മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. നാലാമത്തെ പോയിൻ്റാണ് കീപ്സ് ട്രാൻസ്ലേറ്റിംഗ് ദ പ്രോഗ്രാം കണ്ടിന്യൂസ്ലി ടിൽ ദ ഫസ്റ്റ് എറർ ഈസ് കൺഫോർട്ടഡ്. അതായത് നമ്മൾ ചെയ്യുന്ന ട്രാൻസ്ലേറ്റ്, അതായത് മെയിനായിട്ട് അറിയാം ഇൻ്റർപ്രറ്റ് കമ്പൈലർ വരെ ട്രാൻസ്ലേഷൻ ആണ് നടക്കുന്നത് ഹൈ ലെവലിൽ ലോ ലെവൽ ലാംഗ്വേജിലേക്ക്. അപ്പോൾ നമുക്കറിയാം നമ്മൾ അതായത് ഒരു പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇൻ്റർപ്രറ്ററിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താക്കും, എറർ ആക്സസ് ചെയ്യാൻ കഴിയും, കാണാൻ കഴിയും. അപ്പോൾ തന്നെ എന്താക്കും, ആ പ്രോഗ്രാം വർക്കിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നീട് ആ എറർ ആണെന്ന മെസ്സേജ് നമുക്ക് കാണിക്കും. നേരെ മറിച്ച് കമ്പൈലർ ആണെങ്കിൽ അത് ഫുള്ളും കംപ്ലീറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത ശേഷം പിന്നെ അത് റണ്ണ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ മെസ്സേജ് വരാം. അപ്പോൾ എന്താക്കും, നമുക്ക് പെട്ടെന്ന് അത് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ കഴിയില്ല അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളും എറേഴ്സ് കാര്യങ്ങളൊക്കെ. ഇൻ്റർപ്രറ്റിൽ വരുന്ന പ്രോഗ്രാം ലാംഗ്വേജ് എന്ന് റൂബി, പൈത്തൺ ഒക്കെ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം, അതായത് നമ്മൾ ചെയ്യുന്ന പൈത്തൺ പ്രോഗ്രാമാണ്. അത് ഇൻ്റർപ്രറ്റിൽ വരുന്ന പ്രോഗ്രാമാണ് പൈത്തൺ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. നേരെ മറിച്ച് കമ്പൈലറിൽ വരുന്ന പ്രോഗ്രാം നമ്മൾ മോറോവർ നമ്മൾ യൂസ് ചെയ്യുന്ന C++ ഒക്കെ കമ്പൈലർ യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസാണ്. നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് സോഴ്സ് കോഡിന് ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റും, ഒബ്ജക്റ്റ് കോഡിന് പിന്നെ മെഷീൻ കോഡാക്കി മാറ്റും.
പൈത്തൺ പ്രോഗ്രാമാണ് ഞാൻ പറഞ്ഞത്. കമ്പയറിൽ വരുന്ന എക്സാമ്പിൾ സി, C++, ഇൻറ്റർപ്രറ്ററാണ് വരുന്നതെങ്കിൽ റൂബി, പൈത്തണൊക്കെ. നെക്സ്റ്റ് ആണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. നമുക്കറിയാം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് വെച്ച് എന്നാൽ നമുക്കറിയാം, അതായത് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടർ ദാറ്റ് യൂസ് എ സെറ്റ് ഓഫ് കോമൺ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ഓവർ ഡിജിറ്റൽ ഇൻ്റർ കണക്ഷൻസ് ഫോർ ദി പർപ്പസസ് ഓഫ് ഷെയറിംഗ് റിസോഴ്സസ് ലൊക്കേറ്റഡ് ഓൺ ഓർ പ്രൊവൈഡ് ബൈ നെറ്റ്വർക്ക് നോഡ്സ്. ദേ ആർ ഡിവൈഡ് ദ ഹോസ്റ്റ് നെയിം ആൻഡ് നെറ്റ്വർക്ക് അഡ്രസ്സസ്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നാൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടർ, അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട് ഒന്നായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിന് ഒന്നായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതിന് പറയുന്ന പേരാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. മെയിൻലി നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് നമുക്കിപ്പോൾ ഇമെയിൽ അയക്കുന്നത്, ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യുന്നത് ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ, എവിടെ നിന്നുള്ള ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, മെസ്സേജ് കാര്യങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ഓരോ കാര്യങ്ങൾ അതായത് സെർച്ച് ചെയ്യാൻ വേണ്ടി, കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ, അതായത് ഏത് ലൊക്കാലിറ്റിയിൽ നിന്ന് എവിടെ നിന്നുള്ള കമ്പ്യൂട്ടേഴ്സ് വേണമെങ്കിലും നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി, അതായത് ഒരു ഡിജിറ്റൽ ഇൻ്റർ കണക്ഷൻ യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഒരു കോമൺ കമ്മ്യൂണിക്കേഷൻ, അതായത് ഇപ്പോൾ സെർച്ചിങ്ങിന് വേണ്ടിയിട്ട്, ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ടൊക്കെ കോമൺ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എന്ന് പറയുന്ന പേരാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് മെയിൻലി അതായത് നമുക്ക് വേണ്ട റിസോഴ്സസ്, അതായത് നമുക്ക് വേണ്ട റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ്, അത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന പ്രിൻ്റർ, സ്കാനറൊക്കെ നമുക്ക് അതൊക്കെ റിസോഴ്സസ് ആണ്. ഈ റിസോഴ്സൊക്കെ നമുക്ക് ഒരു സ്ഥലത്തുള്ള ഇതിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയാൻ, നമുക്ക് ഓഫീസിലുള്ള ഒരു പ്രിൻ്റർ നമുക്ക് ക്ലാസ് റൂമിൽ യൂസ് ചെയ്യുന്നെങ്കിൽ അത് ഈ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, നമ്മുടെ അടുത്ത് പ്രിൻ്റർ ഇല്ല, പക്ഷേ ഓഫീസ് പ്രിൻ്ററിൽ നമുക്ക് പ്രിൻ്റ് അയക്കാം. ഈ ഇൻ്റർനെറ്റ് അതൊരു കണക്ഷൻ, ഒരു ഡിജിറ്റൽ കണക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, അത് പ്രിൻ്റ് എടുക്കാൻ കഴിയും. വേറെ സ്ഥലത്ത് നിന്ന് പ്രിൻ്റ് എടുക്കാൻ കഴിയും. നമ്മുടെ അടുത്ത് ഡിവൈസ് ഇല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് നിന്ന് ഷെയർ ചെയ്തിട്ട് അങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു കണക്ഷൻ പറഞ്ഞ പേരാണ് ഇൻ്റർനെറ്റ്. നമുക്ക് മെയിനായിട്ട് നെറ്റ്വർക്ക്, അതായത് കമ്മ്യൂണിക്കേഷൻ തമ്മിൽ നടക്കാൻ, ഡിഫറെൻറ്റ് ടൈപ്പ് കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ നടത്താനും, അതേപോലെ തന്നെ റിസോഴ്സസ്, ഡിവൈസസ് ഷെയർ ചെയ്യാനും ഒക്കെ നമുക്ക് ഓരോ നോഡ്സ് വേണം, നെറ്റ്വർക്ക് നോഡ്സ്. ആ ഓരോ നോഡ്സിനും ഓരോ നെയിമും ഉണ്ടാവും, ഓരോ നെറ്റ്വർക്ക് അഡ്രസ്സ് ഉണ്ടാവും. ആ ഹോസ്റ്റ് നെയിമിന് ഓരോ നെയിമും ഉണ്ടാവും, ഒരു നെറ്റ്വർക്ക് അഡ്രസ്സ്. ആ നെറ്റ്വർക്ക് അഡ്രസ്സ് പേരാണ് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇത്ര നിങ്ങൾക്ക് പഠിക്കാൻ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഉള്ളത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് മെയിൻലി 3 ടൈപ്സ് ഉള്ളത്. ഒന്ന് ലാൻഡ് ഏരിയ നെറ്റ്വർക്ക് LAN, ഒന്ന് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് MAN, വേറൊന്ന് വൈഡ് ഏരിയ നെറ്റ്വർക്ക് WAN. LAN എന്ന് പറയുന്നത് ഒരു റൂമിൻ്റെ അകത്തുള്ള 2 കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ, 3, 4, 5 ഒരു റൂമിൻ്റെ അകത്തുള്ള കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നത്. മെട്രോപൊളിറ്റൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് റൂംസിൽ നിന്ന്, ഒരു എക്സാമ്പിൾ ഒരു ക്യാമ്പസിൽ നിന്ന്, എഡിറ്റ് എന്ന് പറഞ്ഞൊരു മീൻസ് ഒരു ക്യാമ്പസിൽ നിന്ന് ഡിഫറെൻറ്റ് റൂമിൽ നിന്ന്, അതായത് വേറെ ഈ റൂമിൽ നിന്ന് അതായത് 2 റൂമുകൾ തമ്മിൽ ഉള്ള കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് MAN എന്ന് പറഞ്ഞത്. WAN എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്, അതായത് ഇന്ത്യ മൊത്തം വേൾഡ് വൈഡ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന അതിനാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സൊക്കെ ഒരു ഡിജിറ്റൽ ഇൻ്റർ കണക്ഷനാണുള്ളത്. ആ ഡിജിറ്റൽ ഇൻ്റർ കണക്ഷൻ, അതായത് ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഡിജിറ്റൽ ഇൻ്റർ കണക്ഷൻ്റെ ആണ് ഇൻ്റർനെറ്റ്. അതായത് നമുക്ക് നെറ്റ്വർക്ക് അതായത് ഓൾ ഓവർ, അതായത് ലോകം മൊത്തം ലോകത്ത് നിന്ന് ഏതൊരു സ്ഥലത്തു നിന്ന് വേണ്ടി സ്വീകരിക്കാനും കൊടുക്കാനും ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ഷെയർ ചെയ്യാനും പെട്ടെന്ന് സ്വീകരിക്കാനും എടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു കണക്ഷനാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഇസ് എ വാസ്റ്റ് നെറ്റ്വർക്ക് ദാറ്റ് കണക്ട്സ് കമ്പ്യൂട്ടർ ഓൾ ഓവർ ദ. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് അതായത് ഒരു ഏറ്റവും വലിയൊരു നെറ്റ്വർക്കാണ്, അതായത് ഓൾ ഓവർ, അതായത് വേൾഡ് വൈഡ് ആയിട്ട്, അതായത് ലോകം മൊത്തം കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഈ ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് നമ്മൾ എല്ലാ ഇൻഫോർമേഷൻസും കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്.